നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീജന്മം ഭാഗ്യജന്മമാണ്. അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത്. അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം. കുടുംബം, ഭർത്താവ്, ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത്. അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം. ഓരോ സ്ത്രീകളുടെയും നക്ഷത്രപ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്, അവരുടെ സ്വഭാവ സവിശേഷതകൾ, അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ, അതിനുവേണ്ട പരിഹാരങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം. എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും. സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും. ഇപ്പോൾ നമുക്ക് അവിട്ട നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ സമ്പൂർണ്ണ സ്വഭാവ സവിശേഷതകളെയും അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ദോഷപരിഹാരങ്ങളും ഒക്കെ പറഞ്ഞു പോകാം. ചൊവ്വാദശയിലാണ് അവിട്ട നക്ഷത്രക്കാർ ജനനം. ഏവരാലും സർവസമ്മതരായിരിക്കുന്നവരാണ് അവിട്ട നക്ഷത്രക്കാരികൾ. ഇവർ ജനങ്ങളുടെ അംഗീകാരം നേടുന്നവരാണ്. ആലോചിച്ച് ആസൂത്രണം ചെയ്യുന്നവരാണ്. ഇവർ ഊണും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് അധ്വാനിക്കാൻ സമർത്ഥരാണ്. എന്നാൽ എന്നെ കൊണ്ട് മാത്രമേ ഇതൊക്കെ കഴിയൂ എന്നുള്ള ഗർവ് ഇവർക്ക് പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചേക്കാം. എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ മടിക്കാതെ ഇവർ വിട്ടുവീഴ്ചകളും ചെയ്യാറുമുണ്ട്. ചിലപ്പോഴൊക്കെ ഇവർ അതിനെ മുഖം തിരിഞ്ഞ് നിൽക്കാറുമുണ്ട്. ചില സമയത്ത് ഗൗരവം അല്പം വളർത്തുന്നത് തന്നെയാണ് ഗുണകരം. വീട്ടിലുള്ള ഗുരുകാരണവന്മാർക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെ നൽകാൻ ശ്രദ്ധിക്കുന്നവരാണ് അവിട്ട നക്ഷത്രക്കാരികൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ജീവിത പങ്കാളിയുടെ എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതുമാണ്. അവരുടെ അളവറ്റ സ്നേഹത്തിന് പാത്രീഭൂതരാകാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. ഇവർ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒരിക്കലും കുടുംബ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കാൻ ക്ഷണിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത്. കുടുംബത്തിലെ ശുഭകാര്യങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ നേതൃത്വം വഹിച്ച് മുന്നോട്ട് പോകുന്ന അവിട്ട നക്ഷത്രക്കാരികൾ ചിലപ്പോഴെങ്കിലും ഒക്കെ മുൻകോപം പ്രകടമാക്കാറുണ്ട്. അത് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ മുൻകോപം ഒഴിവാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന പക്ഷം മറ്റുള്ളവർക്ക് നിങ്ങളോട് മതിപ്പും മര്യാദയും ഒക്കെ വർദ്ധിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കുട്ടികൾക്ക് മാതൃകയാകുന്ന രീതിയിൽ നിങ്ങൾ കുട്ടികളെ വളർത്തുന്നതാണ്. അവിട്ട നക്ഷത്രക്കാരികൾ മറ്റുള്ളവരെ സഹായിക്കാൻ മഹാമനസ്കത കാണിക്കുന്നവരാണ്. അങ്ങനെയുള്ള അവിട്ട നക്ഷത്രക്കാരികൾ ഇവരെ അവഗണിക്കുന്നവരെ തിരിച്ച് അവഗണിച്ച് മാറ്റി നിർത്താനും മടി കാണിക്കാത്തവരാണ്. എന്നാൽ ഇവരുടെ ലോല മനസ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ടാകും. മറവി കാരണം ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ കുറിച്ചു വയ്ക്കുന്നത് ഇവർ ശീലമാക്കുക. അവിട്ട നക്ഷത്രത്തിൽ ജനിച്ച അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ മറ്റുള്ളവർക്ക് ഉപദേശങ്ങൾ നൽകാൻ തക്ക ബുദ്ധിശക്തിയുള്ളവരാണ്. എന്നിരുന്നാലും ചില സമയത്ത് ധൃതിപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഇവർക്ക് തന്നെ വിനയാകുന്നതുമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ഭർത്താവിന്റെ അഭിപ്രായം കൂടി ആരായുക. അമ്മ വഴിയുള്ള ബന്ധുക്കളുമായി വിട്ടുവീഴ്ചകളോടുകൂടി നല്ല സൗഹൃദം പുലർത്തുന്ന പക്ഷം കുടുംബസ്വത്ത് തുടങ്ങിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പായി കുലദൈവങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യുക. അതേപോലെ തന്നെ പിതൃകർമ്മങ്ങൾ വീഴ്ച വരുത്താതെ ഓർമ്മപ്പെടുത്തി കൃത്യസമയത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പൊതുവെ യാത്രകളിൽ അല്പമൊന്നും താല്പര്യം പുലർത്താത്തവരാണ് ഇവർ. അസമയത്ത് ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതേപോലെ തന്നെ ഓഫീസിൽ ഒക്കെ ജോലി ചെയ്യുന്നവർ ഓഫീസ് സംബന്ധമായിട്ടുള്ള രേഖകളിലൊക്കെ ഒപ്പിടുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുക. അവിട്ട നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾക്ക് മിക്കവർക്കും കണ്ടുവരുന്ന ഒരു രോഗമാണ് കഴുത്തിലെ അസ്ഥികൾ സംബന്ധമായിട്ടുള്ള തേയ്മാനം. അതുകൊണ്ട് തന്നെ സ്വയം ചികിത്സ നടത്തി ആപത്തുകൾ വിളിച്ചു വരുത്താതിരിക്കുക. അതേപോലെ തന്നെ അടിവയർ മുതൽ പാദം വരെയുള്ള ഭാഗത്ത് എന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കാണുമ്പോഴും പെട്ടെന്ന് ചികിത്സിക്കുക. ഇവരുടെ ജാതക പ്രകാരം ശനി, കേതു എന്നീ ദശാകാലങ്ങൾ കരുതലോടും ക്ഷമയോടും കൂടി പ്രവർത്തിക്കേണ്ടതാണ്. ഈ കാലത്തൊക്കെ മറവി ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുക. വർഷത്തിലൊരിക്കൽ ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലോ കാടാമ്പുഴ ദേവീക്ഷേത്രത്തിലോ ദർശനം നടത്തി പ്രാർത്ഥിക്കുക.
കൂടാതെ ദുർഗാദേവി ക്ഷേത്രങ്ങളിലും ദർശിക്കുന്നത് ഫലത്തെ ഇരട്ടിയാക്കുന്നതിന് സഹായിക്കും. ഓം മഹാദേവിയെ ച വിദ്മഹേ ദുർഗാദേവിയെ ച ധീമഹി തന്നോ ദേവി പ്രചോദയാത് എന്ന ദുർഗാ ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുക. ജീവിതത്തിൽ ഉയർച്ചയും ഐശ്വര്യവും ആനന്ദവും ഒക്കെ ലഭിക്കാൻ ഇത് സഹായിക്കും. 27 നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. 27 നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത്. ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക. 2 ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും. വീഡിയോയുടെ ലിങ്ക് എന്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.